ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ തേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് ആയിരിക്കും. നമ്മൾ നല്ലൊരു ബിരിയാണി വെക്കണമെങ്കിൽ പോലും നമ്മൾ ആദ്യം ചെന്ന് നോക്കുന്നത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലായിരിക്കും. അത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഏകദേശം 15 വർഷമാവുകയാണ്. അപ്പോൾ ഏകദേശം 460 മില്യൺ ആക്റ്റീവ് ഫോളോവേഴ്സ് യൂട്യൂബിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ മിനിറ്റിലും 100 പുതിയ യൂസേഴ്സ് യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഇന്ത്യയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ആദ്യം 2005 മെയ് 6 ഇന്ത്യയിൽ നിന്ന് ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ആവുന്നത്. അതെന്ന് പറയുന്നത് ഒരാൾ ഒരു ഹിന്ദി സോങ്ങിന് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഏകദേശം എടുത്ത് നോക്കിയാൽ 1 മില്യൺ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു 1 മില്യൺ യൂട്യൂബ് ക്രിയേറ്റേഴ്സിൻ്റെ റവന്യൂ റിക്കവറിയിൽ നിന്നും ഇന്ത്യൻ സാമ്പത്തിക രംഗത്തേക്കും നല്ലൊരു കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇന്ത്യയുടെ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലാണെങ്കിലും ശരി, എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിലും സാമ്പത്തിക രംഗങ്ങളിലാണെങ്കിലും യൂട്യൂബിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് വലുതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറയുന്നത് കാരി മിനാട്ടിയാണ്. മിനാട്ടിക്ക് ഏകദേശം 30 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. മിനാട്ടിയുടെ യൂട്യൂബ് ചാനൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക കോമഡി സ്കെച്ചിങ് വീഡിയോസ്, അതേപോലെ തന്നെ ഗെയിമിംഗ് വീഡിയോസാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്ത് ഏറ്റവും കൂടുതൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നതാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം 1000-ൽ-അധികം യൂട്യൂബ് എഡ്യൂക്കേഷണൽ ചാനൽസ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്താണെങ്കിലും ശരി, എൻ്റർടൈൻമെൻറ്റ് രംഗത്താണെങ്കിലും ശരി, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഏതൊരു രംഗത്തും ഇന്ന് യൂട്യൂബിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഈ യൂട്യൂബിൻ്റെ CEO ആയിട്ടിരിക്കുന്നത് ഒരു ഇന്ത്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് നീൽ മോഹൻ എന്നാണ്. അപ്പോൾ യൂട്യൂബ് ഇന്ത്യയുടെ ഭാഗമായിട്ട് 15 വർഷം കഴിയുമ്പോൾ ആ യൂട്യൂബിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ ഒരു ഇന്ത്യനാണെന്നുള്ളതും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Unacademy. Let's crack it.